നാളെ രാവിലെ ഞാൻ അങ്ങോട്ടൊന്ന് പോയാലോന്ന് വിചാരിക്കുക. എന്താ നിന്റെ അഭിപ്രായം? എങ്ങോട്ട്? നിന്റെ ഭാര്യ വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ടാ? അമ്മ എന്തിനാ നാളെ അങ്ങോട്ട് വന്നു? വെറുതെ, ബന്ധുവീടല്ലേ, ചുമ്മാ ഒന്ന് പോയിട്ട് വരാം. എന്തോ കൊണഷ്ട് പണി ഒപ്പിക്കാനാ അമ്മയുടെ ഈ പോക്ക്. നീ എന്താ ഒന്നും പറയാത്തെ? അമ്മ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, എല്ലാം ഒന്ന് ആറ് തണുക്കട്ടെ. എല്ലാം ഒന്ന് പറഞ്ഞ് തണുപ്പിക്കാനാടാ ഞാൻ അങ്ങോട്ട് പോണേ. അത് വേണ്ട. അമ്മ ഇപ്പൊ അങ്ങോട്ട് ചെന്നാലേ അതൊക്കെ അങ്ങ് ആളി കത്തത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് അമ്മ ചെല്ലുമ്പോ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. എന്നാ നീയും അവളും കൂടി നാളെ അങ്ങോട്ടൊന്ന് പോ. ചേടാ, ഇത് വലിയ നിർബന്ധമാണല്ലോ. ഉടനെ അങ്ങോട്ട് പോകണമെന്ന് അമ്മയ്ക്ക് ഇത്ര നിർബന്ധം എന്താ? ഓ എടാ പൊട്ടാ, നീ ആ വീടുമായി തെറ്റിപ്പിരിഞ്ഞ് ഇങ്ങനെ നിന്നാ കിട്ടാനുള്ളത് വലുതും കിട്ടുവോ? അപ്പൊ അതാണ് ഉദ്ദേശം? ആ, അത് തന്നെ ഉദ്ദേശം. നീ ഒരു ആവേശത്തിനെ അങ്ങോട്ട് ചെന്ന് ഉടുതുണി മാത്രമുള്ള ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോന്നതാ. അങ്ങനെ ചെയ്ത എല്ലാം തികഞ്ഞെന്നാണോ നിന്റെ വിചാരം? ആവേശം പുഴുങ്ങി ഉരുട്ടി തിന്നാലേ ആമാശയത്തിന്റെ ആക്രാന്തം തീരില്ല. വിശപ്പ് മാറണമെങ്കിലേ കാശ് മുടക്കണം. നല്ല രീതിയിൽ ജീവിക്കണമെങ്കിലും കാശ് വേണം. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ? ആ, അതൊന്നും പിന്നത്തേക്ക് വെക്കേണ്ട കാര്യമല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അല്ലെങ്കിലേ ആ ചൂടങ്ങ് പോകും. ഞാൻ അതേ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അമ്മ പോയി കിടക്കാൻ നോക്ക്. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഇരിക്കവിടെ. എങ്ങോട്ടാ നീ ഓടുന്നത്? ഒരു പെണ്ണകത്തുണ്ടെന്ന് വെച്ച് ഇപ്പോഴേ കയറി കഥ കടച്ച് കുറ്റിടാൻ പോവാണോ? അവിടെ ഇരിക്കുന്ന സ്വർണം പണ്ടൊക്കെ നേരത്തെ കൈക്കലാക്കിയില്ലെങ്കിലേ ഇവളുടെ ആങ്ങളെ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണെ അത് മുച്ചൂട്ട് മിഴുങ്ങും. പിന്നെ നിന്റെ കാര്യം ഗോവിന്ദ, മനസ്സിലായോ? വണ്ണോ പൊണ്ണത്തോ ഉണ്ടെന്നല്ലാതെ വീണ്ടും വിചാരത്തോടെ എന്തെങ്കിലും ചെയ്യാനുള്ള ബുദ്ധി ഇല്ലാതായിപ്പോയല്ലോ. ഇനി അവളുടെ തലയണ മന്ത്രം കേട്ട് മനസ്സ് മാറുന്നതിന് മുമ്പേ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം. നീ എന്താണോ ഒന്നും മിണ്ടാത്തെ? നിന്റെ വായിക്കാത്ത കൊഴുക്കട്ട പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണോ? അവളുടെ അച്ഛൻ ഇവിടെ സംസാരിക്കാൻ വന്നപ്പോ അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? വെറുതെ പറഞ്ഞൊക്കെ ഞാൻ അപ്പോഴേ അങ്ങ് മറക്കും. എന്നാ ഞാൻ മറന്നിട്ടില്ല. ഇനി സ്ത്രീധനത്തിന്റെ കാര്യം മിണ്ടിപ്പോരുത്. അതിനെപ്പറ്റി പറയുന്നതന്നെ എനിക്ക് കലിയ. മോളൊരു തങ്കക്കുടവാ, അവളെ മാത്രം ഇങ്ങ് തന്നാ മതി, അവളൊരു മഹാലക്ഷ്മിയാ എന്നൊക്കെയല്ലേ തട്ടിവിട്ടത്. ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. എന്നാ അതൊരു ഓണത്തിന് തള്ളിയതാ. വാസു കൊച്ചേട്ടന്റെ മനസ്സ് നൽകട്ടെ എന്ന് കരുതി തട്ടിവിട്ടതാ, അത്രേ ഉള്ളൂ. എന്റെ പൊന്നുപോൻ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുവായിരുന്നോ? എന്നാ കേട്ടോ, ഞാൻ ഇതൊക്കെ പറഞ്ഞത് തന്നെയാ, ഒന്നും മറന്നിട്ടുമില്ല. അന്തസ്സോടെ കല്യാണം നടത്തിയേ ഇങ്ങോട്ട് കൊണ്ടുവരാണോ നീ ചെയ്തത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സ്വർണം മുഴുവൻ അവളുടെ കഴുത്തിൽ കിടക്കൂലായിരുന്നോ? അമ്മ, അതിന് ഞാനാണോ കുറ്റക്കാരൻ? പിന്നെ ഞാനാണോ? നീ തന്നെയല്ലേ ആ മൂദേവിയെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്? ഞാൻ ആരെയും വിളിച്ചോണ്ട് വന്നിട്ടില്ല. എങ്ങനെയായാലും ആ മൂദേവി ഇവിടെ ഒന്ന് കേറിയോ? അതുകൊണ്ടല്ലേ ഈ കല്യാണം മുടങ്ങിയത്. നേരെ ചൊവ്വേ കല്യാണം നടന്നിരുന്നെങ്കിലേ ആ വീടിന്റെ മൂലക്കല്ല് വരെ ഞാൻ ഇളക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ. അപ്പോ ഇതൊക്കെയായിരുന്നു ഭാർഗവിയുടെ ഉള്ളിലിരിപ്പ്. എടാ, നയത്തി നിന്ന നടക്കല്ല് വരെ ഇളക്കാന്ന് നീ കേട്ടിട്ടില്ലേ? അങ്ങോട്ട് കയറി ചെല്ലുമ്പോ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും. അതൊന്നും നീ കാര്യാക്കണ്ട. തഞ്ചത്തിനും താളത്തിനൊക്കെ നിന്ന് അകത്ത് കയറി പറ്റണം. പിന്നെ അടപടലം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതാ ചെയ്യേണ്ടത്. അവക്ക് എത്ര ശമ്പളമുണ്ട്? എനിക്കറിയാൻ വയ്യ. നിനക്കറിയാം, പറയടാ. ഒരു 10-15,000 കാണും. അത്രേ ഉള്ളൂ? ഞാൻ കരുതി 19,000 കാണുമെന്ന്. ഇതെനിക്ക് ചന്ദ്രോത്ത് കിട്ടുന്നതിന് പകുതി പോലും ഇല്ലല്ലോ. ആ പ്രതീക്ഷ ആസ്ഥാനത്തായി. കെട്ടിയൊരുങ്ങി പോകുന്നതിന് ഈ കിട്ടുന്നു കൂടാതെ ഇനി കടം കൂടി വാങ്ങേണ്ടി വരുമല്ലോ എന്റെ ഈശ്വര. നക്കാപ്പിച്ച ഉള്ളെങ്കിലും അത് അവളുടെ കയ്യിൽ കിട്ടുമ്പോ നീ വാങ്ങിച്ചു വെച്ചോളണം. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. എന്താ?
അവള് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതേ അവളുടെ ഇഷ്ടത്തിന് ചെലവാക്കാന്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാട്ടുനടപ്പ് അനുസരിച്ചേ കെട്ടിയോൾക്ക് കിട്ടുന്ന ശമ്പളം കെട്ടിയോന്റെ കൈ കൊടുത്ത് ഏൽപ്പിക്കണം. ആ ആ. മുരളിയേട്ടാ വന്നേ, സമയം ഒരുപാടായി. നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ നീ പോയി കിടന്നുറങ്ങിക്കോ. ഞങ്ങൾക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അതൊക്കെ ഇനി നാളെ പറയാം. ഇന്നത്തെ രാത്രിയെ കൊച്ചു വർത്താനം പറയേണ്ടത് മോനും അമ്മയും അല്ല, മോനും മരുമോളുവാ.